ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാർഡ്ബോർഡ് റോളിൽ മ്യൂറൽ പെയിൻറ് ശൈലിയിൽ ഒരു ചിത്രം വരച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് കാർഡ്ബോർഡിൻ്റെ സാമാന്യം വലിപ്പമുള്ള ഒരു റോളാണ്. അത്യാവശ്യം വരയ്ക്കാനുള്ള സ്പേസൊക്കെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറഞ്ഞത് 2 കോട്ട് വൈറ്റെങ്കിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബേസ് കോട്ടെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. വരയ്ക്കാനുള്ള ചിത്രത്തിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു കാർബൺ പേപ്പർ ഉപയോഗിച്ച് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. ആദ്യം ഔട്ട്ലൈൻ മുഴുവനും മ്യൂറൽ റെഡ് ഉപയോഗിച്ചങ്ങ് വരച്ചെടുക്കണം. ക്രിംസൺ റെഡ്, ബേൺ സിയന്ന എന്നിവ മിക്സ് ചെയ്തിട്ടാണ് ഇത് വരച്ചെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി യെല്ലോ കളർ കൊടുക്കാം. ഇതിനായിട്ട് യെല്ലോ ഓക്കർ ആണ് ഉപയോഗിക്കുന്നത്. വൈറ്റ്, ബ്ലൂ മുതലായ കളറുകൾ വരുന്ന ഭാഗങ്ങൾ ഒഴികെ എല്ലായിടത്തും യെല്ലോ കൊടുക്കേണ്ടതാണ്. ഈ കളറിലൊക്കെ ഒരല്പം വെള്ളം മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ആക്കിയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫേസിൽ കൊടുക്കുന്നത് യെല്ലോ കുറച്ചുകൂടി ലൈറ്റ് ആക്കിയാണ്. ഇങ്ങനെ എല്ലാ ശരീരഭാഗങ്ങളിലും കളർ കൊടുത്തെടുക്കാം. ഇനി ഈ ഫേസിലേക്ക് ബ്ലൂ കൊടുത്തെടുക്കാം. സെറോയിലും ബ്ലൂ ലൈറ്റ് ആക്കിയാണ് ഈ കൊടുക്കുന്നത്. അത് ഈവനായിട്ട് എല്ലായിടവും ഈ ലൈറ്റ് ബ്ലൂ കൊടുത്തതിന് ശേഷം ചെറിയൊരു ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. കളർ വരുന്ന ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് സാപ്പ് ഗ്രീൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി കിരീടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ റെഡ് കൊണ്ട് ഷെയ്ഡ് ചെയ്തെടുക്കും.
ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഷെയ്ഡിങ് ചെയ്തെടുക്കണം. ഈ വസ്ത്രത്തിൽ ഇങ്ങനെ ബ്ലൂ കളർ കൊണ്ട് ലൈൻ പോലെ വരച്ചെടുക്കുകയാണ്. അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മയിൽപ്പീലിയുടെ പുറത്തെ ഭാഗങ്ങളും ബ്ലൂ കൊണ്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. ഇനി മുഖത്തിന് ഷെയ്ഡ് കൊടുക്കാം. റെഡ് ഒന്ന് ലൈറ്റ് ആക്കിയാണ് ഈ ഷെയ്ഡിങ് കൊടുക്കുന്നത്. അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൈവെള്ളയ്ക്കും ഒരു റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുടി വരച്ചു കൊടുക്കാം. ഞാനത് ഔട്ട്ലൈൻ ചെയ്തപ്പോഴത്തേക്ക് അത് വരച്ചിട്ടില്ലായിരുന്നേ. ഇനി ബ്ലാക്ക് ഉപയോഗിച്ച് ആദ്യം വരച്ച ഔട്ട്ലൈനുകളെല്ലാം ഒന്ന് തെളിച്ചെടുക്കണം. ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നത് ഈ ബ്ലാക്ക് ഔട്ട്ലൈനുകൾ കൊടുത്തു കഴിയുമ്പോഴാണ്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഈ ബ്ലാക്ക് കൊണ്ട് വരച്ചെടുക്കണം. ഞാനിതിനു മുമ്പ് ഇതുപോലെ കേക്ക് ബോർഡിൽ 2 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ ഈ കണ്ണുകളും വരച്ചെടുത്തിട്ടുണ്ട്. പുറയിലോട്ടുള്ള ഭാഗത്ത് റെഡ് മാത്രം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതിന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.